അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം ആണ്. അപ്പോൾ ഈ യൂണിറ്റിന്റെ പേര് പോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നാഷണലിസവും അതേപോലെ തന്നെ ഇമ്പീരിയലിസവും രണ്ട് ഐഡിയോളജീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നാഷണലിസം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്ത് നമ്മുടെ സ്വന്തം കൺട്രീനോട് നമുക്കൊരു ഇഷ്ടം തോന്നുക, ആ ഒരു ലോയൽറ്റി തോന്നുക, ഒരു പാട്രിയോട്ടിസം തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് നാഷണലിസം. നമ്മൾ സെയിം റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാർ, സെയിം കൾച്ചർ, ട്രഡീഷൻ, ലാംഗ്വേജ്, ഹിസ്റ്ററി, ഡിസെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു ലവ്, യൂണിറ്റി, ലോയൽറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരു സിംഗിൾ നേഷനിൽ താമസിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് നാഷണലിസം. But by the last quarter of 19th century, nationalism no longer retained its idealistic liberal democratic sentiment of the first half of the century. നമുക്കറിയാം നാഷണലിസം ഈ യൂറോപ്യൻ സൊസൈറ്റിയിൽ വളരെ ആയിട്ടുള്ള ഒരു പവർഫുൾ ഫോഴ്സ് ആയിരുന്നു. ഒരുപാട് ജർമ്മനി, ഇറ്റലി പോലത്തെ കൺട്രീസിനൊക്കെ യൂണിഫൈഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത് നാഷണലിസം ആണ്. അത്രയും ഒരു പവർഫുൾ ഫോഴ്സ് ആയിരുന്നു നാഷണലിസം. ബട്ട് ബൈ ദ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് 19th century അതിനെ ആ ഒരു പഴയ ഫോമിൽ നിന്നും മാറി അത് മോഡിഫൈഡ് ആയിട്ട് അത് പല അഗ്രസീവ് ആയിട്ടുള്ള മറ്റ് ഫോമുകളിലേക്ക് മാറാൻ തുടങ്ങിയെന്നാണ്. During this period, nationalist groups became increasingly intolerant of each other and ever ready to go to war. അതായത് യുദ്ധം വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ആരും സമാധാനത്തിലായിരുന്നില്ല. ഓക്കെ, മേജർ യൂറോപ്യൻ പവേഴ്സ് അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഓസ്ട്രിയോ ഹംഗറി ഇങ്ങനത്തെ കൺട്രീസ് ആയിരുന്നു മേജർ ആയിട്ടുള്ള ഈ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്. ഇമ്പീരിയലിസം എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് അവരവരുടെ പവർ ഉപയോഗിച്ചിട്ട് വീക്കർ ആയിട്ടുള്ള കൺട്രീസിനെ എന്താണ് ലെസ് പവർഫുൾ ആയിട്ടുള്ള കൺട്രീസിനെ അവരിങ്ങനെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ പവർഫുൾ കൺട്രീസ് അവരുടെ പവർ ലെസ് പവർഫുൾ ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള കൺട്രീസിന്റെ മേലിൽ എക്സേർട്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ്, അവർ ഇവരുടെ ടെറിട്ടറീസും റിസോഴ്സസും ഒക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയോളജിയും കൊണ്ടുവരുന്ന കൺട്രീസ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള മേജർ കൺട്രീസ്. മേജർ യൂറോപ്യൻ പവേഴ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ ആ കൺട്രീസിനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയോ ഹംഗറി, ബ്രിട്ടൻ ഒക്കെ. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന ഒരു കേസ് സ്റ്റഡി ആണ്. ബാൽക്കൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനെ കുറിച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ബാൽക്കൻസ്. ബാൽക്കൻസ് എന്ന് പറയുന്നത് ഓട്ടോമാൻ എംപയറിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു റീജിയൻ ആണ്. ഈ റീജിയനിൽ ഒരുപാട് കൺട്രീസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ മോഡേൺ ഡേ ബൾഗേറിയ, അൽബേനിയ, ഗ്രീസ്, മക്കഡോണിയ, ക്രൊയേഷ്യ, ബോസ്നി, സ്ലൊവീനിയ, സെർബിയ, മോണ്ടിനിഗ്രോ ഇങ്ങനത്തെ ഒരുപാട് കൺട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരെ നമ്മൾ കൂട്ടിയിട്ട് ഈ ബാൽക്കൻസിൽ ജീവിക്കുന്ന എല്ലാവരെയും ഇപ്പൊ ഡിഫറെന്റ് റീജിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് റീജിയൻസ് ഇതെല്ലാം പാടെ കൂടിയിട്ടുള്ള ഒരു ഏരിയനെയാണ് ബാൽക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്റ്റീവ്ലി ദേ വർ നോൺ ആസ് സ്ലേവ്സ് എന്നായിരുന്നു ഇവിടുത്തെ ഈ ബാൽക്കൻ റീജിയനിലെ ഇൻഹാബിറ്റൻസിനെ കളക്റ്റീവ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓട്ടോമാൻ എംപയറിന്റെ അണ്ടറിലായിരുന്നു. ഈ മുസ്ലിം എംപയർ ആയിട്ടുള്ള ഓട്ടോമാൻ എംപയറിന്റെ അണ്ടറിലായിരുന്നു. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓട്ടോമാൻ എംപയറിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൊക്കെ പഠിച്ചു. ഗ്രീസ് എന്ത് ചെയ്തു, 1821 അവർ അസർട്ടഡ് ദിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് അങ്ങനെ ഗ്രീസ് ഒരു ഇൻഡിപെൻഡന്റ് നേഷനായി മാറി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാലം ഓട്ടോമാൻ എംപയറിന്റെ അണ്ടറിൽ ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഇപ്പോൾ നാഷണലിസം ഒരു പവർഫുൾ ഫോഴ്സ് ആയി മാറിയപ്പോൾ ഓട്ടോമാൻ എംപയറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ യൂറോപ്യൻ നാഷണാലിറ്റീസിനെ പഴയ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്യാണ്, ദേ വാണ്ടഡ് ടു അസേർട്ട് ദിയർ ഇൻഡിപെൻഡൻസ്. ഓട്ടോമാൻ എംപയറിൽ നിന്നും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. അതുപോലെ തന്നെ റൊമാൻറ്റിക് നാഷണലിസം അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെയധികം സ്പ്രെഡായി കിടക്കുകയായിരുന്നു. അതായത് റൊമാൻറ്റിക് നാഷണലിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റൊമാൻറ്റിക് ഇമാജിനേഷൻ എന്നൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തതാണ്. കൾച്ചർ, ലാംഗ്വേജ്, അതിലൂടെയൊക്കെ നാഷണലിസ്റ്റ് ഫീലിങ്സ് എമേർജ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സ് അതാണല്ലോ. അപ്പോൾ റൊമാൻറ്റിക് നാഷണലിസം, പിന്നെ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഓട്ടോമാൻ എംപയർ, ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ബാൽക്കൻസ് ഒരു സീരിയസ് ആയിട്ടുള്ള റീജിയൻ ആയി മാറിയായിരുന്നു. റീജിയൻ ഓഫ് ഇൻറ്റൻസ് കോൺഫ്ലിക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ബേണിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഈ ഒരു സ്ഥലത്തിന്റെ മേളിൽ
ഒബ്വിയസ്ലി ഈ യൂറോപ്യൻ പവേഴ്സിന് എന്താണ്, അവർക്ക് കൺട്രോൾ വരുത്താനായിരുന്നു ആഗ്രഹം. കാരണം ഈ ബാൽക്കൻസിൽ ഒരുപാട് റീജൻസ് വരുന്നുണ്ട് ആൻഡ് ഈ റീജൻസിൽ ഒരുപാട് ടെറിട്ടറീസ് റിസോഴ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ യൂറോപ്യൻ പവേഴ്സിന് അവരുടെ പവറും റിസോഴ്സസും ടെറിട്ടറിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ടെറിട്ടറീസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബേണിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഈ ബാൽക്കൻ റീജിയൻ എന്താണ് അവർ ലക്ഷ്യമിടുകയാണ്. അങ്ങനെ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ ബാൽക്കൻ ഏരിയ ബിക്കെയിം ആൻ ഏരിയ ഓഫ് ഇൻറ്റൻസ് കോൺഫ്ലിക്റ്റ്. പിന്നെ ബാൽക്കൻസിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി മാറിയതിന് ശേഷം, ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർക്ക് ടെറിട്ടറീസ് വേണം, പവർ വേണം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ആലോചിച്ചിട്ട് ജലസ് ആവുക, അങ്ങനത്തെ ഒരുപാട് വൃത്തികെട്ട പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, they were fiercely jealous of each other and each hoped to gain more territory at the expense of others. മറ്റേ ആൾക്കാരെ കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു സെൽഫിഷ് നേച്ചർ ആയിരുന്നു അവിടെ കാണിക്കുന്നത്. അപ്പൊ യൂറോപ്യൻ പവേഴ്സ് അന്നത്തെ കാലത്ത് ട്രേഡ് ആൻഡ് കോളനീസിന്റെ മേലും അതേപോലെ നേവൽ ആൻഡ് മിലിറ്ററി മൈറ്റിന്റെ മേലൊക്കെ ആയിരുന്നു ഇന്റൻസ് റൈവൽറി ഉണ്ടായിരുന്നത് യൂറോപ്യൻ പവേഴ്സിന് തമ്മിൽ. അപ്പോ അവരുടെ പവർ ഒക്കെ ഈ ബാൽക്കൻസിന്റെ മേലിൽ എക്സ്റ്റെൻഡ് ചെയ്യാണ് ദെയർ കൺട്രോൾ ഓവർ ദി ഏരിയ. അങ്ങനെ ഈ പ്രോബ്ലംസ് എല്ലാം കൂടി എവിടെയാണ് ഫൈനലി എത്തിച്ചത്? ഇറ്റ് ഫൈനലി എൻഡഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ യൂണിറ്റിലുള്ള ആകെയുള്ള ഒരു പിക്ചറാണ്. ഈ പിക്ചറിനേക്കാളും ഈ ഒരു യൂണിറ്റിൽ നിന്ന് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പിക്ചർ ഒന്നുമില്ല, ഇത് ബ്രിട്ടീഷ് എംപയറിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് കാണിക്കുന്നത്, ബ്രിട്ടാനിയന്റെ ഡോമിനേഷൻ അതൊക്കെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇമ്പീരിയലിസ്റ്റ് മൂവ്മെന്റ്സിനൊക്കെ എതിരെയായിട്ട് പിന്നീട് ആന്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെന്റ്സ് വരാണ്, വിച്ച് വർ മെയിൻലി നാഷണലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഈ പിക്ചർ നമ്മൾ അനലൈസ് ചെയ്യുമ്പം അതിൽ നമുക്ക് കാണാൻ പറ്റും ടോപ്പിൽ ഏഞ്ചൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് എലഫൻറ്റ്സ്, ടൈഗേഴ്സ്, ഫോറസ്റ്റ്, പ്രിമിറ്റീവ് പീപ്പിൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റില്ലേ. അപ്പോൾ മെയിൻലി ഈ ഒരു പിക്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഗ്ലോബാണ്. ആ ഗ്ലോബ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും അതിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീയാണ് ബ്രിട്ടീഷ് നേഷന്റെ സിമ്പിൾ ആയിട്ടുള്ള ബ്രിട്ടാനിയ. അപ്പൊ ഈ ബ്രിട്ടാനിയ വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബിന്റെ മുകളിൽ എന്തിനാണ് പോയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ബ്രിട്ടാനിയ ആണ് വേൾഡിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്, ബ്രിട്ടാനിയ അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതാണ് ആ ഒരു പിക്ചറിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഈ പിക്ചർ എന്താണ്? ഇറ്റ് ഈസ് എ മാപ്പ് സെലിബ്രേറ്റിംഗ് ദ ബ്രിട്ടീഷ് എംപയർ. അപ്പോൾ ഗ്ലോബിന്റെ മുകളിൽ ബ്രിട്ടാനിയ ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നാഷണലിസം, എന്താണ് ഇമ്പീരിയലിസം, പിന്നെ എങ്ങനെയാണ് ഇമ്പീരിയലിസം ഉണ്ടായത്, അതിന്റെ യൂറോപ്യൻ പവേഴ്സും അതിൽ ഉണ്ടായ മേജർ പ്രശ്നങ്ങളും, ബാൽക്കൻസിന്റെ കേസും ബാൽക്കൻസിൽ ഉണ്ടായിരുന്ന മേജർ പ്രശ്നങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ ഒരു യൂണിറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഞാൻ വൃത്തിയിൽ എഴുതിയിട്ട് ഞാൻ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതൊന്ന് പോയി വായിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.